നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ 8-ാം ദിവസം ഒരു സ്പെഷ്യൽ പഞ്ചാരി മേളം നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ്. പക്ഷേ ആ ആസ്വാദനത്തിൻ്റെ പുറകിൽ ഒരു മുഖപരിയും ആവശ്യമില്ലാത്ത, എല്ലാവർക്കും സുപരിചിതനായ, എന്നാൽ അല്പം ഒന്ന് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ സമ്പന്നമാവുകയാണ് ഇന്നത്തെ പഞ്ചാരിമേളം. കാരണം മഹാദേവന് മുമ്പിൽ സമർപ്പിക്കുന്ന പഞ്ചാരിമേളത്തിന് ഇന്ന് 8 വയസ്സ്. ഇന്ന് 8-ാം ഉത്സവം. 8 തവണയായി ഇവിടെ വന്ന് കൊട്ടി ആ ഭഗവത് പാദങ്ങളിൽ നാദാർച്ചന നടത്തി പോകുന്ന ഒരു മഹാകലാകാരൻ. ജയറാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 1988 പത്മരാജൻ സാറിൻ്റെ അപരനിലൂടെ കടന്നു വന്ന ഇന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പെരുമ്പാവൂരുകാരൻ. അത് കേരളത്തിൻ്റെ എല്ലാമായ മലയാളികളുടെയൊക്കെ അഭിമാനമായ ഒരു അഹങ്കാരമായ ജയേട്ടനാണ് ഇപ്പോൾ കൂടെയുള്ളത്. പത്മശ്രീ നൽകി ഭാരതം ആദരിച്ച ആ മഹാമനീഷിയെ നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകിച്ചും ക്ഷേത്ര മീഡിയയ്ക്ക് കിട്ടുന്ന ഒരു അപൂർവ സൗഭാഗ്യം കൂടിയാണ് ജയറാമേട്ടനുമായിട്ടുള്ള ഒരു അഭിമുഖം. അതിലേക്ക് അദ്ദേഹത്തെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഈ മേളത്തിൻ്റെയൊക്കെ സംയോജനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മാലം മനോജി, ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ മഹേഷ് എസ്, ഇങ്ങനെ നിരവധി വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ അഭിമുഖം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം. ഒരു പത്മശ്രീ ജയറാം എന്നതിനേക്കാൾ ഉപരി ഈ എന്താ പറയുക, ഈ നമ്മുടെ മലയാളത്തിൻ്റെ ജയേട്ടൻ എന്ന് പറയാനാണ് കൂടുതൽ താല്പര്യം. പ്രത്യേകിച്ചും ഓരോരോ മലയാളിയുടെയും മനസ്സിൽ അഭിമാനത്തോടു കൂടി ഓർത്തു വയ്ക്കാൻ ഒരുപിടി സിനിമകളും, പിന്നെ ഒരു എഴുത്തുകാരനാണ്, പിന്നണി ഗായകനാണ്. അങ്ങനെ ഒരുപാട് നിലകളിലേക്കും തലങ്ങളിലേക്കും എത്തിച്ചേർന്നിട്ടുള്ള അങ്ങേക്ക് ഈ വാദ്യം വഴങ്ങുന്നതും ഒരു സരസ്വതി വിലാസം. എന്താണ് ഈ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ 8-ാമത്തെ തവണ എത്തുന്ന അങ്ങേക്ക് പറയാനുള്ളത്? നമസ്കാരം. നമശിവായ. എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം എത്രമാത്രം സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നുള്ളത് അത് നമുക്കൊരു വാക്കിൽ പറയാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കല, ഇത് സത്യം പറഞ്ഞാൽ ഒരു കുട്ടിക്കാലം തൊട്ട് ഒരു ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊരു കുട്ടിക്കാലം. ഈ അസുരവാദ്യത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവും, ഈ ആന ചെണ്ട 2 കാര്യങ്ങളോടുള്ള കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹം. ആനയോടുള്ള ആഗ്രഹം, എൻ്റെ വീടിൻ്റെ അടുത്താണ് മലയാറ്റൂർ. അവിടെ നിന്നാണ് ആനകളെ കുഴികുത്തി പിടിച്ച് നാട്ടാനയാക്കി മാറ്റുന്ന ക്രമങ്ങൾ മുഴുവൻ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ആനയോട് ഇത്ര അടങ്ങാത്ത ആഗ്രഹം. 1977 അവസാനത്തെ ലേലം കോടനാട് കൂട്ടിൽ നടക്കുന്നത്. അതുവരയ്ക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ ആനകളെയും കണ്ടു നിന്നിട്ടുള്ള ആളാണ് ഞാൻ. അതേപോലെ തന്നെയാണ് ചെണ്ട. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ അന്ന് കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഈ അസുരവാദ്യത്തിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്ത് എൻ്റെ ഇന്ന് വലതുഭാഗത്ത് നിൽക്കുന്ന ചോറ്റാനിക്കര സത്യന്മാരാരുടെ അച്ഛൻ ചോറ്റാനിക്കര നാരായണമാരാർ അന്ന് തിമലയിൽ കൊട്ടിക്കയറുമ്പോൾ അതൊക്കെ കണ്ട് നിന്ന് വീട്ടിൽ വന്ന് ഡെസ്കിലും ബെഞ്ചിലും താളം പിടിച്ച്, സ്കൂളിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എന്നെ പുറത്താക്കിയിട്ടുള്ള ഡെസ്കിൽ താളം പിടിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗുരുനാഥനില്ലാതെ ഞാൻ പഠിച്ച് അത് സ്വന്തമായിട്ട് അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഏറ്റുമാനൂർ പോലെയുള്ള മഹാദേവൻ്റെ മുമ്പിൽ നിന്ന് 8 വർഷം ഈ മേളം കൊട്ടാൻ പറ്റുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതെൻ്റെ നെഞ്ചിൽ തൊട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അതൊക്കെ എൻ്റെ സംഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി ചോറ്റാനിക്കരമ്മയുടെ നടയിലും അതുപോലെ മഹാദേവൻ്റെ മുമ്പിലും കഴിഞ്ഞ 8 വർഷമായി കൊട്ടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. സത്യം പറഞ്ഞാൽ ഏറ്റുമാനൂരപ്പൻ്റെ മുൻപിൽ കഴിഞ്ഞ 8 വർഷം മുമ്പ് ഞാൻ മേളം കൊട്ടുമ്പോൾ ഒരുപക്ഷെ പഞ്ചാരി മേളം ഞാനും എൻ്റെ ഗുരുനാഥനായിട്ടുള്ള മട്ടന്നൂർ ശങ്കരമാരാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞു വന്ന് പുതിയ ആളുകൾ ഓരോ സ്ഥാനങ്ങൾ ഏൽക്കുമ്പോൾ അത് എത്രമാത്രം ഭംഗിയാക്കി എടുക്കാം എന്നുള്ളതിൽ ചിലർ നമ്മളെന്താ പറയുക, അതിനൊരു വാക്കെനിക്ക് പ്രത്യേകിച്ച് കിട്ടുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളെക്കുറിച്ചാണ്, പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ശ്രീ അരവിന്ദിനെ കുറിച്ച്. കാരണം ഒരു ക്ഷേത്ര
കേരളത്തിലേക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിക്കുകയും പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആന, അതിൻ്റെ ചടങ്ങുകൾ, മേളം, അതെത്രത്തോളം ഭംഗിയായിട്ട് അവതരിപ്പിക്കാം. ആനകൾ നിൽക്കുന്ന അവിടെയുള്ളത്, അതിൻ്റെ പന്തൽ, അതിൻ്റെ ഭംഗി, അതിൻ്റെ അന്തരീക്ഷം, ആനച്ചമയങ്ങൾ, അങ്ങനെ എല്ലാം ഓരോന്നും എടുത്തു നോക്കി. അപ്പം ഞാൻ ഇപ്രാവശ്യം നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേള കലാകാരന്മാർ, പഞ്ചവാദ്യ കലാകാരന്മാർ, എണ്ണം പറഞ്ഞ ആനകൾ. അപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അപ്പോഴാണ് പറഞ്ഞത് പുതിയ അഡ്മിനിസ്ട്രേറ്ററാണ് ഇതിൻ്റെ പുറകിൽ മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു 60-70 വയസ്സുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ തിരിച്ചു വന്നപ്പോൾ വാട്സാപ്പിൽ ഫോട്ടോ കൊണ്ടപ്പോൾ ഒരു ചെറിയ പയ്യൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും ഫോട്ടോയിലുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്തായാലും അരവിന്ദിൻ്റെ തലയിലൊരു പൊൻതൂവലാണ് ഏറ്റുമാനൂർ അമ്പലത്തിലെ ഈ പ്രാവശ്യത്തെ ഉത്സവം എന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ 7.5 പൊന്നാന ദിവസം, എഴുന്നള്ളിക്കുന്ന ദിവസം തന്നെ എനിക്ക് ഭഗവാന്റെ മുമ്പിൽ ഈ മേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം, മരണം വരെ ഇത് തുടർന്ന് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. പിന്നെ അടുത്തെടുത്ത് പറയേണ്ടത് ക്ഷേത്ര മീഡിയയ്ക്കാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലെയും പല മേളങ്ങളും പല ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീട്ടിലിരുന്ന് കാണുന്നത് ഇതിലൂടെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നേരെ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഇത് എത്രയോ നേരം ഇന്നലെ തന്നെ കുട്ടേട്ടൻ്റെ മേളം 11:30 മണി വരെ ഞാൻ ആ ലൊക്കേഷനിൽ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പിൽക്കാലത്ത് എനിക്ക് നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടി. മട്ടന്നൂരിനെ പോലെയും പല്ലശന നന്ദകുമാറിനെ പോലെയും മാർഗി കൃഷ്ണകുമാറിനെ പോലെയും ഒരുപാട് പേരെനിക്ക് പിൽക്കാലത്ത് കിട്ടിയെങ്കിലും ഒരു ഗുരുനാഥനില്ലാതെ ഡെസ്കിലും ബെഞ്ചിലുമൊക്കെ താളം പിടിച്ച് വന്ന എനിക്ക് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ ഒപ്പം പല ദിവസങ്ങളിൽ, ഇന്നലെ കുട്ടേട്ടൻ്റെ ആയിരുന്നു, കിഴക്കൂട്ട് അനിയന്മാരാർ, സതീശൻ, അങ്ങനെയുള്ള പ്രഗത്ഭരുടെ കൂട്ടത്തിൽ ഒരു ഞറ്റത്തൊരാളായിട്ട് എനിക്ക് നിൽക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുടെ, അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു അദ്ദേഹത്തോട്, വീട് എവിടെയാണ്, തൃശ്ശൂരോ പാലക്കാടോ വല്ല ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ വീട് തിരുവനന്തപുരത്താണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെയുള്ള മാസ്റ്റർ ബ്രെയിൻ പുറകിൽ നിന്ന് ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഉത്സവങ്ങളിൽ ഒരു പാർട്ടായിട്ട് നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ക്ഷേത്ര മീഡിയയ്ക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. നമഃശിവായ. സംഭവമാണ്. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ചേട്ടാ, ഉത്തമൻ എന്നുള്ള സിനിമയിൽ ഒരു പാട്ട് സീനിൽ കോമരം വന്ന് തുള്ളുമ്പോൾ ചേട്ടൻ ഈ നിറവറ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ മേളം കൊട്ടുന്നതിൽ ഒരാൾ ഞാനും കൂടിയാണ്. സന്തോഷം. ആ ഒരു സാർ, ഈ ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജയൻ പറഞ്ഞതുപോലെ എന്ത് തോന്നുന്നു, ഒരു യുവ പ്രതിഭയുടെ തലയിൽ ഉദിച്ച വലിയൊരു എന്താ പറയുക ആശയത്തെ ഇത്രമാത്രം കളർഫുള്ളാക്കി വെച്ച, അതായത് വർണ്ണാഭമാക്കിയ ഒരു ഉത്സവമാക്കി ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടു. എന്താണ് തോന്നുന്നത് ഈ നിമിഷത്തെക്കുറിച്ച്? എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഭഗവാന്റെ ഒരു അനുമതിയും കൂടെ നമുക്ക് വേണമല്ലോ. നമുക്ക് പണത്തിന് മുകളിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ അത് ഇഷ്ടമാണ് എന്ന് തോന്നലിൻ്റെ തെളിവാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരാനും, ഇത്രയും മേളക്കാരും പഞ്ചവാദ്യ ആൾക്കാരും, നാസുരം, ചിത്രചേച്ചി, ഇവരെല്ലാം നമുക്ക് ഒരു ഉത്സവത്തിന് ഈ തിരക്കിനിടയിൽ, ഇത്രയും പീക്ക് ടൈമായിട്ടുള്ള തിരക്കിനിടയിൽ ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ആനയെ പുതുപ്പള്ളി കേശവൻ്റെ തിടമ്പ് എടുക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരാളുടെ മാത്രം നമ്മുടെ എഫർട്ടല്ല. ഇപ്പോൾ നമ്മളെ മേളമായാലും പഞ്ചവാദി ആയി കഴിഞ്ഞാലും അതിനോടനുബന്ധിച്ച് കിട്ടുന്ന എല്ലാ ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത്ര വിജയം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് നമ്മളെ എല്ലാം പങ്കുവച്ചിട്ടുള്ളത് നമ്മളെ വാദ്യ സംയോജകനായ ശ്രീ മാലം മനോജാണ്. കാര്യം ആ മേളപ്രമാണിമാർക്ക് അല്ലെങ്കിൽ ആ പഞ്ചവാദ്യ പ്രമാണിമാർക്ക് ആവശ്യമാണ് എന്താണ്, ആരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെ പ്രധാന ഒരു ഘടകമാണ്. നമ്മൾ എത്ര പൈസ മുടക്കിയാലും അത് ഒരു പ്രത്യേക ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും അത് നല്ലതായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
അത് ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോർഡിനേറ്ററായ മഹേഷ് എന്താണ് മനോജ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ജയറാമേട്ടൻ എന്നും ഞങ്ങൾക്ക് പുതുമയാണ്. ഓരോ വർഷം ജയറാമേട്ടൻ വരുമ്പോഴും പുതിയ ജയറാം ചേട്ടൻ വരുന്നവരെ ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് സന്തോഷമാണ്. സാറ് പറഞ്ഞ ആ ഡയലോഗ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. സാറിൻ്റെ മരണം വരേക്കും ഇത് ഉണ്ടാവാതിരിക്കട്ടെ, അതുവരേക്കും ഇവിടെ കുട്ടിക്കോളാമെന്ന് ഞങ്ങളതിനെ സുസ്വാഗതം ചെയ്യുന്നു. സന്തോഷം. പിന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കുടജാദ്രി മലയിടം, അതിൻ്റെ മുകളിലാണ് വലിയ സെറ്റ് ഇട്ടിരിക്കുന്നത്. കാന്താര 2 എന്നുള്ള സിനിമയുടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ഋഷഭ് ഷെട്ടിയും ബാക്കിയുള്ള ഷൂട്ടിങ്ങിന് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഹാഫ് ഡേ ഷൂട്ടിംഗ് പാടില്ല, ക്ഷേത്ര മീഡിയ എന്ന് പറഞ്ഞാൽ തപ്പിയാൽ കിട്ടും, അതിൽ നോക്കി എല്ലാവരും ഇരുന്നോളെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? ഒരു സെക്കൻഡ്. മിനിറ്റ്. എന്തോ ഇപ്പോൾ ഈ ജയറാമേട്ടനോട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ച് പറയും. സന്തോഷം. എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ക്ഷേത്ര മീഡിയ ഒരു ചെറിയൊരു ഉപകാരം ജയേട്ടന് നൽകുകയാണ്. ഞങ്ങളുടെ ഒന്നുമില്ല, ഒരു എളിയ തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ CEO ആയിട്ടുള്ള ശ്രീ സതീഷ് മേനോൻ, അദ്ദേഹം അത് നിങ്ങൾക്ക് ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ആദരവ്, അത്രയേ ഉള്ളൂ. ഇതൊരു ചരിത്ര നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചെറിയൊരിത് ഇപ്രാവശ്യം ഇത് എന്നേക്കാൾ അറിയാൻ ഇദ്ദേഹമാണ്. വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാം. ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ പത്മശ്രീ ജയറാമേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള എല്ലാമെല്ലാമായ അദ്ദേഹത്തോട് ക്ഷേത്ര മീഡിയ കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഇതിനൊക്കെ അവസരമൊരുക്കിയ ശ്രീ അരവിന്ദൻ സാർ, അതുപോലെ തന്നെ മാല മനോജ്, മഹേഷ് ജി, അങ്ങനെ എല്ലാവരോടും, ഈ കൂടിയെന്ന എല്ലാവരോടും, സത്യനാരായൺ ജി, വളരെ ഞങ്ങൾ ഒരു അഭിമുഖത്തിന് വേണ്ടി അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. എന്തായാലും ഉടനെ തന്നെ അതുണ്ടാവും. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. ക്ഷേത്ര മീഡിയയ്ക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.